വെൽക്കം ടു ഇംബർ. സോ നമ്മൾ നോക്കാൻ പോകുന്ന സോഷ്യൽ ആൻഡ് പ്രിവെന്റീവ് ഫാർമസിയുടെ സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് റിലേറ്റ് ടു ഹെൽത്ത് ആൻഡ് ഡിസീസ് ആണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെറിഡിറ്ററി, എൻവയോൺമെന്റ്, ലൈഫ് സ്റ്റൈൽ, സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ, ഹെൽത്ത് സർവീസ്, ഇൻകം, എഡ്യൂക്കേഷൻ, ഹൗസിംഗ്, ഇതൊക്കെ നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാര്യം ഇതൊക്കെ പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, ഹെൽത്ത് പ്രോപ്പർ ആവുള്ളൂ. അപ്പം ചില സമയങ്ങളിൽ ഡിസീസുകൾ ജനറ്റിക്സ് ആകാം, അല്ലെങ്കിൽ ഈവൻ തോ ഞാൻ പറഞ്ഞതുപോലെ ഹെറിഡിറ്ററി പോലുള്ള അസുഖങ്ങളാണ് കേട്ടോ. സോ ജനറ്റിക്കൽ ആയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടായിരിക്കാം, ലൈക്ക് എപ്പിലെപ്സി, ഡയബറ്റീസ് ഒക്കെ. സോ ആ സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷനും പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ടുവാർഡ് ഹെൽത്ത് എന്ന് പറയുന്നത് എപ്പോഴും പ്രോപ്പർ ആയിരിക്കണം. ആ സമയത്താണ് യോഗ, എക്സസൈസ്, റെഗുലർ ഹെൽത്ത് ചെക്കപ്പിന്റെ ഒക്കെ സിഗ്നിഫിക്കൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടാത്ത സംഭവങ്ങൾ അല്ലെങ്കിൽ വേണ്ടാത്ത ഹാബിറ്റ്സ് ഒക്കെ നമ്മൾ ഒഴിവാക്കേണ്ട ആവശ്യമാണ്. ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ വെൽബീങ് ഒക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമാണ്. ഈവൻ ദോ ക്ലൈമാറ്റിക് കണ്ടീഷൻ പോലും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഒരു മേജർ ഫാക്ടറാണ്. ഇനി ലൈഫ് സ്റ്റൈൽ, അതായത് ഇപ്പം സ്മോക്കിംഗ്, ഡ്രിങ്കിങ് ഒക്കെ ഉള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ കൾച്ചറിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ഓയിലി ഫുഡ്സ് കഴിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഒക്കെ ഉള്ളത് കൊണ്ടും, അല്ലെങ്കിൽ ഡാൽഡ അല്ലെങ്കിൽ ബട്ടർ പോലുള്ള സംഭവങ്ങൾക്ക് ഒരുപാട് പ്രിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഹാർട്ട് ഡിസീസ്, ഒബീസിറ്റി, ലങ്സ് പ്രോബ്ലം അല്ലെങ്കിൽ ലങ്സ് ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ ഈവൻ സ്മോക്കിംഗ് കാരണം പോലും വരാറുണ്ട്. ഇനി ഇൻകം, എല്ലാവർക്കും പ്രോപ്പർ ആയിട്ടുള്ള ഇൻകം ആകണം എന്നില്ല. പ്രോപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഫുഡ് ആവശ്യത്തിന് കഴിക്കാനും അല്ലെങ്കിൽ പ്രോപ്പർ ന്യൂട്രിയൻ വാല്യൂ ഉള്ള ഫുഡൊന്നും അവർക്ക് ഉണ്ടാവാനുള്ള പൈസ ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. അപ്പൊ തന്നെ എന്ത് സംഭവിക്കും, അവിടെ മാൽന്യൂട്രീഷൻ സംഭവിക്കുന്നു. ആ സമയത്താണ് ഹെൽത്ത് സർവീസിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് എന്ന് മനസ്സിലാക്കുക. ഇത്രയും ഫാക്ടേഴ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു ഫ്ലക്ച്വേറ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം അല്ലേ, എന്താണ് ഹെൽത്തിന് പ്രശ്നം വരും. ആ സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്ത് സർവീസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് നമുക്ക് എന്താണ് പൂർ ആയിട്ടുള്ള സാനിറ്റൈസ്ഡ് വാട്ടർ ആണ്, അല്ലെങ്കിൽ പ്രോപ്പർ ഫുഡ് കിട്ടുന്നില്ല, ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നെങ്കിൽ എന്ത് സംഭവിക്കുന്നു, നമ്മുടെ അസുഖങ്ങൾക്ക് മാറുന്നു. അപ്പൊ മിക്കവാറും ക്വസ്റ്റ്യൻ വരിക എന്ന് വെച്ചാൽ വാട്ട് ആർ ദ ഡിഫറെന്റ് ഫാക്ടേഴ്സ് വിച്ച് ഫാക്ടേഴ്സ് റിലേറ്റ് ടു ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്നായിരിക്കും മിക്കവാറും വരിക. അപ്പോൾ ഇത് വേണം നിങ്ങൾ എഴുതാൻ. ഇനിയാണ് അർബനൈസേഷൻ ഓൺ ഹെൽത്ത് ആൻഡ് ഡിസീസ്. സോ അർബനൈസേഷൻ എന്താണ്, അത് റൂറൽ നിന്ന് അർബൻ ഏരിയയിലേക്ക് ആൾക്കാർ മാറുന്നതാണ് അല്ലേ. അപ്പം റൂറൽ നിന്ന് അർബനിലേക്ക് മാറുമ്പോൾ സംഭവിക്കും, കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ടാകാം, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ടാകാം, റോഡ് ട്രാഫിക് ആക്സിഡന്റ് ഇഞ്ചുറീസ് ഉണ്ടാകാം, വെള്ളം, ഫുഡ്, ന്യൂട്രീഷണൽ ക്രൈസിസ് ഉണ്ടാകും. പ്രോപ്പർ വെള്ളം കിട്ടണം നിർബന്ധമില്ല, ക്ലോറിനേറ്റ് വെള്ളമായിരിക്കാം അല്ലേ. സോ ഇൻഡോർ ഔട്ട്ഡോർ പോപ്പുലേഷൻ ഉണ്ടാകുന്ന ഡിഫറൻസ്, പിന്നെ ക്ലൈമാറ്റിക് ചേഞ്ച്, ഇതെല്ലാം ഇമ്പാക്ട് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണെങ്കിൽ വെള്ളം വഴിയും ഓവർ ക്രൗഡിങ്ങും ഹൈ പോപ്പുലേഷൻ കാരണം TB, കോവിഡ്, എയ്ഡ്സ് പോലുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. സോ ഇത്രയും ആലോചിക്കുക. വില്ലേജിൽ നിന്ന് പട്ടണത്തിലേക്ക് പോകുമ്പോൾ ആൾക്കാർക്ക് ഉണ്ടാവുന്ന പ്രശ്നം എന്താണ്, പോവർട്ടി നിങ്ങൾക്ക് അറിയാലോ, ഇൻസഫിഷ്യന്റ് റിസോഴ്സ് ലൈക്ക് എഡ്യൂക്കേഷൻ, ഹൗസിംഗ്, ന്യൂട്രീഷൻ, ഇൻകം, ക്ലെൻലിനെസ്. അപ്പൊ ഇതെല്ലാം പോവർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അല്ലേ. അപ്പം പ്രോപ്പർ ആയിട്ട് അവർക്ക് പൈസ ഇല്ല, പണം ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ പ്രശ്നം തന്നെയാണ്. ടൈപ്പ് ഓഫ് പോവർട്ടി തന്നെ എന്തുണ്ട്, അബ്സല്യൂട്ട് പോവർട്ടി ഉണ്ട്, റിലേറ്റീവ് ഉണ്ട്. അബ്സല്യൂട്ട് എന്ന് വെച്ചാൽ ഇനാഡിക്വേറ്റ് ടു അഫോർഡ് ബേസിക് നീഡ്സ്, എനിക്ക് പ്രോപ്പർ ആഹാരം പോലും ഉണ്ടാക്കാനുള്ള വകയില്ല. റിലേറ്റീവ് പ്രോപ്പർട്ടി ആണെങ്കിൽ എന്താണ്, മിനിമം സ്റ്റാൻഡേർഡ് ലൈഫ്സ് ഇല്ല, അതായത് ആഹാരവും കഴിക്കാൻ പറ്റുന്ന പക്ഷേ മിനിമം സ്റ്റാൻഡേർഡ്സ് ആയിട്ടുള്ള സാനിറ്റൈസേഷൻ, അല്ലെങ്കിൽ കുളിമുറി, അല്ലെങ്കിൽ കിടക്കാനുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഡ്രസ്സ് കഴുകാനുള്ള രീതികൾ, അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളതാണ്. പോവർട്ടി എന്താ കാരണങ്ങളുണ്ടാവും, എഡ്യൂക്കേഷൻ ഇല്ല, ഇല്ലിറ്ററേറ്റ് ആവുക, ഓവർ പോപ്പുലേഷൻ ആവുക അല്ലെ. പോവർട്ടി ട്രാപ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പോവർട്ടി കാരണം എന്താ വരിക, മെന്റൽ ഹെൽത്ത് ചലഞ്ച് വരാം, ഫിസിക്കൽ വരാം, പ്രഗ്നൻസി വരാം, അല്ലെങ്കിൽ ഈവൻ എഡ്യൂക്കേഷൻ, ജോബ് വരെ വരാം എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഇസ് ഹൈജീൻ ആണ്. ഹൈജീൻ അറിയാം, വൃത്തി നിങ്ങൾക്ക് അറിയാം. അപ്പൊ വൃത്തി ഉണ്ടെങ്കിൽ ഗുഡ് ഹെൽത്ത് ആണ്, അല്ലെങ്കിൽ അസുഖം കുറയ്ക്കും എന്നുള്ളതാണ്. ഇത് ഭയങ്കര എളുപ്പമുള്ള ടോപ്പിക്കാണ്, ഇച്ചിരി സ്പീഡിൽ പോകുന്ന കേട്ടോ. സോ ടൈപ്പ് ഓഫ് ഹൈജീൻ തന്നെ ഇൻഡസ്ട്രിയൽ ഹൈജീൻ ഉണ്ട്. ഇവിടെ ഇൻഡസ്ട്രിയൽ ഹൈജീൻ എന്ന് വെച്ചാൽ ഐഡന്റിഫൈങ്, ഇവാലുവേറ്റിംഗ്, കൺട്രോൾ എൻവയോൺമെന്റൽ ഹസാർഡ് ഇൻ വർക്ക് പ്ലേസ്. സോ വർക്ക് പ്ലേസിൽ നോക്കുന്നതാണ് ഇൻഡസ്ട്രിയൽ ഹൈജീൻ. കമ്മ്യൂണിറ്റി ആണെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരു കളക്റ്റീവ് ആയിരിക്കും ക്വാളിറ്റി ഓഫ് ലൈഫിന്റെ കമ്മ്യൂണിറ്റിയിൽ എൻഹാൻസ് ചെയ്യുക. പേഴ്സണൽ ഹൈജീൻ ആണെങ്കിലോ ക്ലെൻലിനെസ് മെയിൻറ്റെയിൻ ചെയ്യുക ആൻഡ് ഡിസീസിനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ പേഴ്സണൽ ഹൈജീൻ എന്താണ്, 2 നേരം കുളിക്കുക, 2 നേരം നല്ല മര്യാദ കുളിക്കുക, സോപ്പും വെള്ളം ഉപയോഗിച്ച് കുളിക്കുക, തല കഴുകുക, ഹാൻഡ് വാഷ് ചെയ്യുക, ആഹാരത്തിന് മുന്നേ ഹാൻഡ് വാഷ് ചെയ്യുക, ടോയ്ലറ്റിൽ പോകുന്ന ഹാൻഡ് വാഷ് ചെയ്യുക, നഖം കട്ട് ചെയ്യുക, പ്രോപ്പർ ട്രിം ചെയ്ത് വെക്കുക, ബ്രഷ് ചെയ്യുക, ടീത്ത് നന്നായിട്ട് ബ്രഷ് ചെയ്യുക, 3-4 മാസം കൂടുമ്പം എന്ത് ചെയ്യുക, നമ്മൾ ടൂത്ത് ബ്രഷ് മാറ്റുക, ആവശ്യമുണ്ടെങ്കിൽ ഡെന്റൽ ഡോക്ടറെ പോയി കാണുക. നമ്മളൊക്കെ മുറിവ് വരിക അല്ലെങ്കിൽ പ്ലാക്ക് വരുമ്പോൾ മാത്രമാണ് കാണുക, അങ്ങനെയല്ല, ആവശ്യമുള്ളപ്പോൾ കാണുക. ഹൈജീൻ ക്ലോത്ത്സ് അല്ലെങ്കിൽ വൃത്തിയുള്ള ക്ലോത്ത്സ് ഉപയോഗിക്കുക, സൂര്യ വെളിച്ചത്തിൽ നമ്മൾ ഇടുക, പിന്നെ ആന്റി ബാക്ടീരിയൽ ഏജൻറ്റ്സ് യൂസ് ചെയ്ത് വൃത്തിയാക്കുക. ആൻഡ് ഒബ്ജക്റ്റീവ് പേഴ്സണൽ ഹൈജീൻ എന്തിനാണ്, ക്വാളിറ്റി ഓഫ് ലൈഫ്
ലൈഫ് ഇംപ്രൂവ് ചെയ്യുക. അൺഹൈജീൻ ഹാബിറ്റ്സ് എന്നാണ് നഖം കടിക്കുക, മൂക്ക് അതിനകത്ത് വിരലിടുക, അല്ലെങ്കിൽ വർക്ക് ഡെസ്കിൽ ഇരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ ഡേർട്ടി ഡിഷ് അവിടെ ഇട്ട് വെക്കുക, തുമ്മുക, മൂക്കൊന്നും പൊത്താതെ തുമ്മുക, ഇതൊക്കെ എന്താണ് അൺഹൈജീൻ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന ഒരു ക്ലാസ് മാത്രമാണ്, അല്ലെങ്കിൽ അധികം ഒന്നും അതിൽ വരുന്നില്ല. വായിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം കത്തുന്ന അല്ലെങ്കിൽ ക്ലിക്ക് ആവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, കുഞ്ഞേ മുതലേ പഠിക്കുന്ന കാര്യങ്ങളാണ്. സോ നോട്ട് വായിക്കുക, നന്നായിട്ട് ക്ലാസ് പഠിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.